സ്വാഗതം. പ്രഭാത ടാരോകാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് താങ്കൾക്ക് വേണ്ടി ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചത്, ഇപ്പോൾ താങ്കൾക്ക് എന്ത് മാറ്റാൻ കഴിയും, വാട്ട് യു ക്യാൻ ചേഞ്ച്, എന്ത് ഇപ്പോൾ മാറ്റാൻ കഴിയില്ല. സെക്കൻഡ് കാർഡ്, എന്താണ് ഇപ്പോൾ താങ്കൾ കാണാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ്, എന്താണ് താങ്കൾ ഇപ്പോൾ മാറ്റാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ്. ആ കാർഡിന് നമുക്ക് വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, സ്നേഹത്തിൻ്റെ കാർഡ് തന്നെയാണ്. നമ്മുടെ വിവാഹ ഇതിലൊക്കെ നമുക്കിങ്ങനെ ഒരു ജലത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് മോതിരൊക്കെ നമ്മൾ എടുക്കുന്നൊരു കൾച്ചറുണ്ട്. കപ്പുകളുടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ ഇതിൽ ഉറച്ച് വിശ്വസിക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ താങ്കൾക്ക് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എന്ത് താങ്കൾക്ക് മാറ്റാൻ കഴിയില്ല ഇപ്പോൾ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് 6 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 6 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, നമുക്ക് ഒരു വള്ളത്തിൽ നമ്മളിരിക്കുന്നു, നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന പക്ഷികളെയാണ് കാണുന്നത്. അതായത് ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല, വ്യക്തി വെറുതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു ഭാഗത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ എന്ത് ശ്രമിച്ചാലും പുറത്ത് നിങ്ങൾക്കറിയാം മഴയൊക്കെ പെയ്യുന്നുണ്ട്, കാറും കോളും നിറഞ്ഞതിലൂടെ. അപ്പോൾ ഇപ്പോൾ താങ്കൾ പോകുന്നൊരു വഴിയിൽ താങ്കൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് യൂണിവേഴ്സിൻ്റെ പുള്ളാണ്. അപ്പോൾ എങ്ങോട്ടാണോ തെളിക്കുന്നത് അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് ഇതിലാണ്. അപ്പോൾ ആ ഒരു ഇതിൽ താങ്കൾ വിഷമിക്കേണ്ട. മൂന്നാമത്തേന്ന് പറയുന്നത്, എന്താണ് താങ്കളിപ്പോൾ കാണാത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്, ക്വീൻ എന്ന് പറയുന്നത് വളരെ ഹൈ എനർജി ഉള്ളൊരു കാർഡാണ്. സോർഡ് എന്ന് പറയുന്നത് ബുദ്ധിശക്തിയുടെ കാർഡാണ്. ക്വീൻ ഓഫ് സോർട്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തം കാര്യം നേടിയൊരു വ്യക്തി, അതായത് ഇത് ആഗ്രഹ സാധീകരണം എന്ന് പറയും, അത് നേടി വിജയിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയാത്തത്, നമ്മളിങ്ങനെ വിജയിക്കുമോ ഉള്ളത് നമുക്ക് ഉറപ്പില്ല. പക്ഷേ താങ്കൾ ധൈര്യമായിട്ട് ഉറച്ച് വിശ്വസിക്കണം, താങ്കൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് തന്നെയാണെന്നുള്ളതാണ്. ഇവിടെ വിജയത്തിൻ്റെ കൊടി നാട്ടാനും താങ്കളുടെ ലക്ഷ്യം നേടാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു എനർജി എന്ന് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ താങ്കൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഏത് ദിശയിലേക്കാണോ പോകുന്നത് അത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പോൾ കാണാൻ കഴിയാത്തത് വിജയിക്കുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണണം. താങ്ക് യു വെരി മച്ച്. താങ്കൾക്ക് എല്ലാ സന്തോഷവും വരട്ടെ, നല്ല ബന്ധങ്ങൾ വരട്ടെ. ഹാവ് എ ഗുഡ് ഡേ.